ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി ലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തണ്ടും മുട്ട ചിക്കിയതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/4 കിലോയും കുറച്ചും കൂടി ഉള്ളിത്തണ്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അടുത്തത് ഒരു ബൗളിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വെക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിത്തണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വേറെ സവോള വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വാടണം. അത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ആ പൊടികളുടെ പച്ച ചുവയൊന്ന് മാറിക്കഴിയുമ്പോൾ ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കാതെ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അഥവാ ഇനിയിപ്പോൾ അടിയിൽ പിടിക്കും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരല്പം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിത്തണ്ട് ഇതുപോലെ വെന്ത് നല്ല പാകത്തിന് വെന്ത് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചിക്കി എടുക്കണം. അപ്പോൾ ഈ പാനിൻ്റെ സൈഡിലോട്ട് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതൊന്ന് ചിക്കി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതാണ് കഴിക്കാൻ നല്ലത്. ഇത് ചിക്കിയെടുക്കാം. ഇങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ടയുടെ ഈർപ്പം മാറി നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മുട്ടയും ഉള്ളിത്തണ്ടും കൂടി ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് കേട്ടോ. അടുത്ത റെസിപ്പി ഒരു കോവയ്ക്ക റോസ്റ്റ് ആണ്. ഏകദേശം 1/4 കിലോ കോവയ്ക്ക ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കനം കുറയരുത് കേട്ടോ. ഈ ഒരു കനത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 1 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞത്, ഇത്രയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നല്ലോണം ഒന്ന് വാടിയാൽ മതി. ഒത്തിരി നിറമൊന്നും മാറണ്ട. വാടിക്കഴിയുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 മുതൽ 2.5 ടീസ്പൂൺ വരെ അളവിൽ സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാവേ. സാമ്പാർ പൗഡർ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കായം, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കായവും കൂടി ചേർത്താൽ മതി. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പം നല്ലതാണ്. സാമ്പാർ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇത് വെള്ളം ഒഴിക്കാതെ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. അഥവാ അടിയിൽ പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരുപാട് കൂടിപ്പോകരുത്. നല്ല മൊരിഞ്ഞ് നല്ല റോസ്റ്റാക്കി എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ കോവയ്ക്ക റോസ്റ്റ് റെഡിയായി. ഇത് തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കുഴഞ്ഞു പോവാതെ ഓരോരോ പീസുകളായിട്ട് തന്നെ കിട്ടണം. ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചെയ്താൽ മതി. അടുത്ത റെസിപ്പി ഒരു സാലഡ് കറിയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയോ ഏതെങ്കിലും പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. എണ്ണ ചൂടാകുമ്പം 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിയുമ്പം 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ഒരു സവോളയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവോളയൊന്നും ഒത്തിരി വാടി സോഫ്റ്റ് ആവണ്ട. കഴിക്കുമ്പം ആ ഒരു കരുകരുപ്പ് ഉണ്ടാവണം, ചെറിയൊരു പച്ചപ്പ് ഉണ്ടാവണം സവോളയുടെ. അപ്പം അതിനനുസരിച്ച് മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ 1-2 തക്കാളി കുറച്ച് വലിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളിയും ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. ആ തക്കാളിയുടെ ജ്യൂസൊക്കെ ആ തൈരിലോട്ടൊന്ന് വരുന്ന രീതിയിൽ മാത്രം ഒന്ന് സോഫ്റ്റ് ആവണം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളി കണ്ടല്ലോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നിറം സവോളയിലോട്ടുമൊക്കെ വന്നിട്ടുണ്ട്. അത് ജ്യൂസ് ഇറങ്ങാൻ തുടങ്ങി. ആ സമയത്ത് 1 കവറ് തൈര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി നല്ല കുറുകിയ രീതിയിലാണ് ഈ സാലഡ് കറി വേണ്ടതെങ്കിൽ
തൈര് അതിനനുസരിച്ച് കട്ടിക്ക് എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചായിരുന്നു കട്ടകൾ പോകാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഒന്ന് ലൂസായിരിക്കുന്നത്. അപ്പം ഇത്രയും ലൂസ് ആവണ്ടെന്നുണ്ടെങ്കിൽ സ്പൂൺ അല്ലെങ്കിൽ വിസ്ക് വെച്ച് തൈര് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഓക്കെ, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. തക്കാളിയുടെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് ചെറിയൊരു പിങ്ക് കളർ ഉണ്ടാവും. പിന്നെ ഇതാ ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ഒരു ചെറിയൊരു പിങ്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാലഡ് കറി റെഡി. ആ സാലഡ് കറിയും കോവയ്ക്ക റോസ്റ്റും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഉള്ളിത്തണ്ടും മുട്ട ചിക്കിയതും കൂടെ ആകുമ്പോൾ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഊണാണ്. റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.